സന്ധ്യ കഴിഞ്ഞൊന്ന് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിത് ഒരുങ്ങി കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പോൺസിന്റെ മോയ്സ്ചറൈസിംഗ് ക്രീം എടുത്ത് കഴുത്തിലും മുഖത്തും ഒക്കെ വാരി തേച്ച് കൊടുക്കായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ് ഷെയ്ഡും കൂടെ ഇട്ട് മുടി വഴുതി കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും അമ്പാടിയും റെഡി ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവന് ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ ചെയ്യി കൊടുത്തു. ഞാനിത് റെഡി ആക്കിയിട്ടുണ്ട്. മുടിയൊക്കെ കെട്ടി വാച്ചൊക്കെ കെട്ടി. കുറച്ച് നാളായിട്ട് അമ്പാടിക്കും എനിക്കൊക്കെ ജലദോഷം പിടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ അവനൊരു ടവൽ കൊടുത്താൽ പിന്നെ അതുകൊണ്ട് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് നല്ല പൂരം പോലത്തെ മഴയായിരുന്നു. എന്നാലും ഞങ്ങൾ വിട്ടില്ല, നേരെ ടൗണിലേക്ക് പോയിട്ടോ. അങ്ങനെ അമ്പാടിക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നല്ല പൊരിച്ച് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ, വടകര നാരായണ നഗർ അവിടെ. അങ്ങനെ അതൊക്കെ മേടിച്ചു നേരെ നമ്മൾ ജിയോ മാർട്ടിലേക്ക് പോയി. അങ്ങനെ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്പാടിക്ക് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഡാർക്ക് ഫാന്റസിയുടെ വലിയ പാക്കറ്റ് തന്നെ എടുത്തു കേട്ടോ. പിന്നെ ഓയിൽ, പിന്നെ എപ്പിയൊക്കെ എന്റെ ഫേവറേറ്റ് ആണ്, അതുകൊണ്ട് ഒരു പാക്കറ്റ് അതും എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ മുകളിലാണോ താഴേക്ക് അവിടെ പോയെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും എക്സോ എടുക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ 10 രൂപയുടെ ആയിരുന്നു ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മാറ്റി ഞാൻ ഒരു വലിയ ബോക്സ് തന്നെ എടുത്തു. പിന്നെ ഹെയർ കളർ, ബ്രഷ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു പേയ്മെന്റ് ചെയ്ത് നേരെ വീട്ടിലോട്ട് പോയി ഫുഡും തട്ടി കിടന്നുറങ്ങാൻ പോവാണ്.